അങ്ങനെ ഇന്ന് നമ്മൾ നല്ല കിഡിലിനൊരു ഗ്രേവി ഉണ്ടാക്കാൻ പോകട്ടോ, ചിക്കൻ ഗ്രേവി. അപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കേട്ടോ, മല്ലിച്ചപ്പ് അതേപോലെ. അപ്പം നെയ്ച്ചോറും ചിക്കൻ ഗ്രേവി ആട്ടോ. അങ്ങനെ നെയ്ച്ചോറ് അമ്മ ഇവിടെ കുക്കറിൽ നെയ്ച്ചോറ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അടുത്തത് എൻ്റെ പണിയാണ്, ഞാനാണ് ഗ്രേവി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ പൊരിച്ചിട്ടാണ് ആ ഒരു ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ചു. ഒരു ആവറേജ് വേവിൽ നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്, ഓവർ ഞെരിക്കരുത്. എന്നിട്ട് ആ ഒരു ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ഉള്ളി എടുത്തിട്ട് ആദ്യം വാട്ടണം. കുറച്ച് ഉപ്പ് ഇടുക. ഉപ്പിട്ടാൽ മാത്രമേ ഉള്ളിയൊന്ന് പെട്ടെന്ന് വാടി കിട്ടുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഉള്ളി കുനുകുന അരിയരുത്, കുറച്ച് വലുപ്പത്തിൽ അരിയുക, എന്നാലേ ഗ്രേവിയിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളി നല്ല നീറ്റായിട്ട് അരിഞ്ഞിട്ട് അത് ചട്ടിയിലിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നാലേ നല്ല വാടി കിട്ടുള്ളൂ. ഉള്ളി നല്ല നീറ്റായിട്ട് വാടണം, എന്നാലേ ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഉള്ളി നമ്മളിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുക. ഉള്ളി എന്താ പറയുക, കരിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിലേക്ക് നല്ല പച്ചമുളക് സ്ലൈസായിട്ട് ചെത്തിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ ആ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അരച്ചിടരുത്, നന്നായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക നല്ല പീസായിട്ട്. എന്നിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. മെയിനായിട്ട് ഗ്രേവിയുടേതെന്ന് പറഞ്ഞാൽ നിൽക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് ഓയിൽ ഉണ്ടായിക്കോട്ടെ, വെളിച്ചെണ്ണ, ഓയിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ അടുത്തത് തക്കാളിയും ക്യാപ്സിക്കവും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് വാടിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക തന്നെ വേണം, നിർത്താതെ നമ്മൾ നല്ല നീറ്റായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു തുള്ളി പോലും നമ്മൾ അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക വാടുന്നുണ്ടോ ഉള്ളി എന്നൊക്കെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ മല്ലിച്ചപ്പും കൂട്ടി ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമ്മളിങ്ങനെ ചെയ്തു പോവുക. എന്നിട്ട് അത് നമ്മൾ മല്ലിച്ചപ്പും പിന്നെ അതിനനുസരിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം, എവിടെയും അടി പിടിക്കരുത്. അടി പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റും സ്മെല്ലും ഒക്കെ മാറും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു മസാല പോലത്തെ ഒരു ഇതായി കിട്ടണം നമുക്ക്. കുറച്ചൊന്നും ഗ്രേവി ടൈപ്പിലേക്ക് എത്തണം. അപ്പോൾ അതുവരെ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു 10-15 മിനിറ്റ് നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നാൽ മാത്രമേ ആ അടി പിടിക്കാതെ കിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടണമെങ്കിലും ആ ഒരു സ്മെല്ലിലും വരണമെങ്കിലും നമ്മളത് അതിൻ്റെ രീതിക്ക് തന്നെ ചെയ്യണം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മളത് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളത് സ്റ്റൗമിലല്ല വെച്ചത്, നല്ല വിറകടുപ്പിലാണ് വെച്ചത്. ടേസ്റ്റ് വിറകടുപ്പിൽ വെക്കുമ്പോഴാണ് കൂടുതലും കിട്ടുക. അപ്പോൾ നമ്മൾ അധികം വിറകടുപ്പിലാണ് വെക്കുക. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് വിറകടുപ്പിലാട്ടോ. ഇന്ന് നമ്മളെ വീട്ടിലൊരു ചെറിയ പരിപാടി നടക്കുന്നുണ്ട്, നമ്മളെ കസിൻസ് ടീമും. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടാണ് ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ഫുഡ് ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അതിലേക്ക് വേണ്ട കുറച്ച് മുളക് പൊടി മാത്രം നമ്മൾ ചേർത്ത്, ഓവറായിട്ട് മുളക് പൊടി ചേർത്തരുത്. നമുക്ക് ആ എരിവിന് വേണ്ടിയിട്ടല്ല, അതിലേക്ക് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മുളക് പൊടി ചേർത്തത്. എരിവിന് വേണ്ടി നമ്മൾ ചേർക്കുക കുരുമുളകാണ്. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഗ്രേവി ടച്ചിലേക്ക് ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കലാണ് മെയിൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അടിച്ചൊരു പേസ്റ്റ് ആക്കരുത്, ഓവർ പേസ്റ്റ് ആക്കിയത് ഒരു അരച്ചെടുത്ത ലെവലിലേക്ക് നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ച് എടുത്തിട്ട് നമ്മൾ അതിലിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ അതും നന്നായിട്ട് നല്ല രീതിക്ക് ഇളക്കുക. നല്ല രീതിക്ക് നമ്മൾ അടിയിൽ തീ കത്തിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിക്ക് ഉള്ളി എല്ലാതും നന്നായിട്ട് വാടി കിട്ടുന്നുണ്ട്. ക്യാപ്സിക്കോ വാടാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് നല്ല രീതിക്ക് ആവണം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നല്ല രീതിക്ക് ഒന്നുകൂടെ ഈ കറിവേപ്പിലിടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ ഇടുക. നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കൽ മെയിനാണ്. നമ്മൾ നല്ല രീതിക്ക് ഇളക്കുക. ഇളക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇളക്കലിലാണ് ആ ഗ്രേവിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മൾ ഇളക്കൽ എത്രത്തോളം കുറയ്ക്കുന്നോ, അടിയിൽ എത്രത്തോളം പിടിക്കുന്നോ അത്രത്തോളം അത് കേടുവരും. നമ്മൾ നല്ല രീതിക്ക് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ, നമ്മളെ പേര് പോവാതെ കാത്ത് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് പണിയെടുക്കേണ്ടതുണ്ട്. ആ പണിയെടുക്കലാണ് ഈ കാണുന്നത്. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ടൈം കുറച്ചായി.
അപ്പോൾ ആ ഇളക്കൽ ഇതുവരെ നിർത്തിയിട്ടില്ല, അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നല്ല രീതിക്ക് ചിക്കനിന് മുകളിൽ ആ മസാല ഇങ്ങനെ ഇങ്ങനെ പിടിച്ചെടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഡ്രൈ ഫ്രൈ ആണ്. ആ ഡ്രൈ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല കിടിലനായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു സംഗതി ഓവർ ഡ്രൈ ആവരുത്. കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു എന്താ പറയുക, നല്ല രീതിക്ക് ഇങ്ങനെ തീ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓവർ ഡ്രൈ ആവുകയും ചെയ്യരുത്. ചിക്കൻ അതിൽ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഹാഫ് ലെവലിൽ പൊരിച്ചെടുത്ത ചിക്കനാണ്. അപ്പോൾ അതൊന്നുകൂടെ വേവും വേണം, പിന്നെന്താ ഉടയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അടുത്ത നമ്മൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല സോസാട്ടോ, നല്ല ചില്ലി സോസാണ്, പിന്നെ ടൊമാറ്റോ സോസും. അപ്പോൾ ചില്ലി സോസ് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമ്മളിതൊക്കെ അതിൻ്റെ അളവിനനുസരിച്ചാണ് ഒഴിക്കേണ്ടത്. ഓവർ ഒഴിച്ചാൽ എല്ലതും അലമ്പായി പോവും. നമ്മൾ വിചാരിച്ച ലെവലിൽ ചിക്കൻ ഗ്രേവി ഒന്നും ആവില്ല, വേറെ എന്തെങ്കിലും ലൈറ്റ് ആവും. പിന്നെ അതേപോലെ ടൊമാറ്റോ സോസ് ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. പിന്നീട് അതിങ്ങനെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നമ്മൾ സെറ്റാക്കി ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, ടേസ്റ്റ് നോക്കിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ടൊമാറ്റോ സോസ് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ചില്ലി സോസ് നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല രീതിക്ക് നല്ല അടിപൊളി സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കലാണ് മെയിൻ. അപ്പോൾ ആ ഒരു സംഗതി നമ്മൾ അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇതൊക്കെ അടിപൊളിയായിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് വെച്ച ഇതിന് അഭിപ്രായം നല്ല കിടിലനായിട്ട് നമുക്ക് പണി ചെയ്യുന്ന ലെവലിൽ അഭിപ്രായം വരും, അലമ്പായി പോയാൽ. കാരണം കസിൻസിന് കൊടുക്കാനുള്ളതാണ്. അവർ നമ്മളെ എന്താ പറയുക തേച്ച് ഒട്ടിക്കും, അജ്ജാതി ലെവലാക്കും. അപ്പോൾ നമ്മളെന്താ ടേസ്റ്റൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നമുക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് സാധനം, കിട്ടില്ല വേറെ ലെവലിലേക്ക് ആ ഒരു മസാല എത്തിപ്പെട്ടിട്ടുണ്ട് ഗ്രേവി. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കുന്നുണ്ട്. ചെറിയ രീതിക്ക് ആ ഒരു സംഗതി ഒന്നുകൂടെ ഡ്രൈ ആവണം, എന്നാലേ അടിപൊളിയാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇതിലേക്ക് ഒരു സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു സോസും ഒന്നുകൂടെ ലെവലാകുന്നതിനനുസരിച്ച്, കാരണം വെച്ചാൽ നമ്മളെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ആ സോസ് ഒഴിച്ച് കൊടുക്കാൻ. തോന്നിയ പോലെ അയച്ചു കൊടുക്കരുത്. തോന്നിയ പോലെ അയച്ചു കൊടുത്താൽ ഒന്നാകെ വേറെ ലെവലായി പോകും. ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ ഒന്നായിട്ട് മതിരിക്കും. ആ ഒരു ലെവലിൽ എത്തരുത്. അപ്പോൾ നമ്മളെ സാധനം എല്ലാം സെറ്റായി. നമ്മളിതൊരു കോപ്പയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ടേബിളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം നല്ല രീതിക്ക് കിടിലനായിട്ട് നമുക്കിത് കഴിക്കുന്നവരുടെ അഭിപ്രായം ചോദിക്കാം. അതിന് മുന്നേ നമ്മളതൊന്ന് സെറ്റ് ചെയ്തിട്ട് എപ്പോൾ ഫുഡ് ഉണ്ടാക്കിയാലും നമ്മളത് നമ്മളെ കഴിവിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതിപ്പം അതാണ് അതിൻ്റെ ഒരു വൃത്തി എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഒരു നമുക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ അതൊരു നല്ല രീതിക്ക് ഒരു കോപ്പയിലേക്ക് വെച്ച് നല്ല സെറ്റായിട്ട്. അപ്പോൾ നമ്മൾ നല്ല ഗ്രേവി നമ്മളവിടെ കോപ്പയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മൾ അമ്മ ഉണ്ടാക്കി വെച്ച നല്ല കിടില നെയ്ച്ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് വെച്ചാൽ നെയ്ച്ചോറും നല്ല ഗ്രേവിയുണ്ട്, പിന്നെ അതിലേക്ക് ചിക്കൻ കറി ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്രേവിയാണ്. അപ്പം നമ്മൾ ഇന്ന് എല്ലാവരുടെ അടുത്തും ഗ്രേവി കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അഭിപ്രായം നമുക്ക് കേൾക്കാം. എങ്ങനെയുണ്ട് ഗ്രേവി? ഗ്രേവി കൂട്ടി എങ്ങനെയുണ്ട് പറയും? എടുത്തു നോക്ക്. അത് കുട്ടിയാ അത് കൂട്ടിയ ഇന്ന ട്രോളാ നടക്കുക. എല്ലാവർക്കും എന്റെ ഗ്രേവിനെ പറ്റുന്ന അഭിപ്രായം അങ്ങനെ എന്റെ വ്ളോഗിൽ നിന്ന് എല്ലാവരും കാണും.